അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന അതിമനോഹരമായിട്ടുള്ള ദിക്ർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിക്ർ ചൊല്ലുന്നത്. രാവിലെ സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സുബ്ഹിയുടെ മുമ്പ് എപ്പോഴാണോ വീട്ടിൽ അടുക്കളയിൽ കയറുന്നത്, ആ സമയത്ത് അടുക്കളയിൽ ആദ്യം കയറുന്ന ആള് എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അത് ഇത്ര എണ്ണമെന്നൊന്നുമില്ല, മിനിമം 100 എണ്ണെങ്കിലും. അതിനേക്കാൾ കൂടുതൽ കഴിയുന്ന ആളുകൾ അതിനേക്കാൾ കൂടുതൽ ചൊല്ലുക. അങ്ങനെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ദിക്റാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പകർത്തുക. ഈ അമൽ ഒരുപാട് പ്രതിഫലമുള്ളതും അതോടൊപ്പം തന്നെ ഫലമുള്ളതുമാണ്. സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതലും ചെലവാക്കുന്നത് നമ്മുടെ അടുക്കളയിലൂടെയാണ്. നമ്മുടെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. ആ അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമ്പത്ത് നമ്മൾ ചെലവാക്കുന്നത്, ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇത് മുടങ്ങാൻ പാടില്ലല്ലോ. ഇതെല്ലാ ദിവസവും കൃത്യമായി ഓരോ ദിവസവും നമ്മൾ രാവിലെ സുബഹിക്ക് അടുക്കളയിൽ കയറുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, അത് കഴിക്കുന്നു, അങ്ങനെ വീണ്ടും ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു, കൊണ്ടുവരുന്നു, വീണ്ടും പാകം ചെയ്യുന്നു, സമ്പാദിക്കുന്നു, ജോലിക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലി കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ബറക്കത്തില്ലെങ്കിലോ? നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് കാണാനുണ്ടാവുമോ? ബറക്കത്തുണ്ടെങ്കിലല്ലേ നമ്മുടെ സമ്പത്ത് നമുക്ക് നീക്കിയിരിപ്പും അല്ലെങ്കിൽ മറ്റു കടങ്ങളൊക്കെ വീട്ടാനുണ്ടാവുള്ളൂ. സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നത് ബറക്കത്തിൽ നിന്നാണ്. ബറക്കത്തില്ലായ്മയാണെങ്കിൽ നമ്മൾ എത്ര വലിയ ജോലിക്ക് പോയിട്ടും കാര്യമില്ല. നല്ല ജോലിയുണ്ട്, ടൗണിലെ ഏറ്റവും ഉന്നതമായ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആളാണ്. ബറക്കത്തില്ലെങ്കിൽ പോയി. ആ സമ്പത്ത് കൊണ്ട്, ആ വരുമാനം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാകാൻ പോണില്ല. ബറക്കത്ത് വേണം. ബറക്കത്ത് എങ്ങനെ ഉണ്ടാവുള്ളൂ? ദിക്റുകളിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആനിലൂടെ, ആത്മീയതയിലൂടെ, ഈമാനിലൂടെ, പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവൂല. വീട്ടിൽ നിസ്കാരമില്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവൂല. വീട്ടിൽ ഒരാളെങ്കിലും നിസ്കരിക്കുന്നവരില്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാവൂല. എപ്പോഴും കടങ്ങളായിരിക്കും, എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് പറയുന്നത് അങ്ങനെ സാമ്പത്തികമായി നമ്മൾ കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഒരുപാട് പരിഹാരങ്ങളൊക്കെ നോക്കി നടക്കുന്നില്ല, കടം വീടുന്നില്ല. അപ്പോഴേക്ക് ഒരു കടം വീട്ടിൽ തീരുമ്പോഴേക്ക് അടുത്ത കടം വരുന്നു. ഇതുവരെയും വീടായിട്ടില്ല, ഇതുവരെയും നല്ല ജോലി ആയിട്ടില്ല, ഇതുവരെയും എടുത്ത ലോണ് തിരിച്ചു കൂട്ടാൻ പറ്റിയിട്ടില്ല, വാഹനം ലോണ് മുടങ്ങിയിട്ട് ബാങ്കുകാർ കൊണ്ടുപോകാനായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ രാവിലെ അധികവും വീട്ടിൽ സ്ത്രീകളായിരിക്കും അടുക്കളയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ് നമ്മൾ എന്ന് പറയുന്നത്. ദിക്ർ ഞാൻ അവസാനം പറയാം. അതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ഇതിനൊരു തെളിവ് പറയുന്നുണ്ട്. ദലീലു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വ്യക്തമായൊരു തെളിവുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ആയത്തുണ്ട്, സൂറത്ത് നൂഹിലാണ്. فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത പ്രശ്നങ്ങളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, മക്കളില്ല, ഉള്ള മക്കൾക്കൊക്കെ രോഗമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നതി കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഇസ്തഗ്ഫിറൂ റബ്ബക്കും. എന്തൊരു മനോഹരമായിട്ടുള്ള വാക്കാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം നടത്താൻ, അസ്തഗ്ഫിറുല്ലാ പറയാൻ. നൂഹ് നബിയെ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മദ്യം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പരിഹാരമുണ്ടോ
നിങ്ങൾ അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കോളൂ, നിങ്ങൾ പാപമോചനം നടത്തിക്കോളൂ എന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങൾക്ക് സമ്പത്തില്ല, ഞങ്ങൾ ദാരിദ്ര്യത്തിലാണ്, നല്ല ജോലിയില്ല. ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. തെറ്റ് ചെയ്താൽ മാത്രമല്ല ഇസ്തിഗ്ഫാർ ഉള്ളത്. ഇസ്തിഗ്ഫാർ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൽക്കർമ്മമാണ്. ഒരടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി പടച്ചോനെ സംഭവിച്ചു പറ്റിപ്പോയി എന്ന് പറയുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റ് ചെയ്യാത്തവനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം തെറ്റ് ചെയ്ത് റബ്ബിൻ്റെ മുമ്പിൽ തൗബ ചെയ്യുന്നവനെയാണ്. കാരണം അതൊരു രാജാവിനോടുള്ള അടിമയുടെ ഏറ്റവും വലിയ വിധേയത്വമാണ്, വിനയമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള താഴ്മയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. നിസ്കാരാവട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാവട്ടെ, റബ്ബ് പറഞ്ഞത് എന്താണോ അത് അങ്ങനെ അനുസരിക്കുമ്പോഴാണ് ഇബാദത്താവുക. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ റബ്ബിനോടുള്ള ഏറ്റവും വലിയ വിനയത്തിൻ്റെ ഒരു ഇബാദത്തിൻ്റെ രൂപമാണ്. നൂഹ് നബി ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പോയിട്ടേ കുറച്ച് ഇസ്തിഗ്ഫാറാണ് ചെയ്തോളിയും, ഇസ്തിഗ്ഫാറാണ് ചൊല്ലിക്കോളിയും, എന്നാൽ നിങ്ങൾക്ക് മക്കളുണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, 100 ഇസ്തിഗ്ഫാർ റസൂലുള്ള എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ. അപ്പോൾ തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഇസ്തിഗ്ഫാർ നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു തരും എന്നുള്ളതാണ്. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനുമായിട്ട് ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ ശിഷ്യരുടെ കൂടെ ഇരുന്നിട്ട് ഒരിക്കലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് സമ്പത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് മക്കളില്ല, അങ്ങനെ വേറൊരാൾ വന്നിട്ട് അങ്ങനെ 3 ആളുകൾ വന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 3 ആളുകളോടും ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിയും, നിങ്ങളെ ഉത്തരം, നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു തരും. അപ്പോൾ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ, എന്താ പുതു പരിപാടി? ഓലൊക്കെ പലരും പല ചോദ്യമല്ലേ ചോദിച്ചത്, പല ആളുകളും പല കാര്യങ്ങളാണ് ചോദിച്ചത്, എന്നാൽ അവർക്കൊക്കെ പരിഹാരം പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാർ ചൊല്ലാനല്ലേ. ഇസ്തിഗ്ഫാർ ചൊല്ലി അതൊക്കെ വീടോ? ആ സമയത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആയത്താണ്. ഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴ പെയ്യാൻ വേണ്ടി, മക്കളുണ്ടാവാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി തൻ്റെ ജനതയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞ അതേ ആയത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാറിൻ്റെ പവർ ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ തന്നെയാണ്. രാവിലെ വീട്ടിൽ ആരാണോ അടുക്കളയിൽ കയറുന്നത് ആ ആൾ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഏത് ഇസ്തിഗ്ഫാറാണ് അല്ലേ? ആദ്യം വീട്ടിലെ അടുക്കളയിലേക്ക് കയറും, അടുക്കളയുടെ വാതിൽ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളയുടെ ആ ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, അടുക്കളയുടെ ഒരു അതിര്, അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വലത് കാലെടുത്ത് വെച്ച് നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ചൊല്ലണം, അത് നിർബന്ധമാണ് അല്ലേ? നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം. അപ്പോൾ ആദ്യം ബിസ്മി ചൊല്ലാം, തുടർന്ന് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി. ഇതിങ്ങനെ ചൊല്ലുക. ചായ ഉണ്ടാക്കുമ്പോൾ, ചായക്ക് കടി ഉണ്ടാക്കുമ്പോൾ, കറി ഉണ്ടാക്കുമ്പോൾ, ചോറ് വെക്കുമ്പോൾ, അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി. ഇതിങ്ങനെ ചൊല്ലുക. എത്ര വട്ടാണ് ചൊല്ലേണ്ടത്? അങ്ങനെ ഇതിന് എണ്ണമൊന്നുമില്ല. എത്രയാണോ നമുക്ക് കഴിയുന്നത് അത്ര ചൊല്ലുക. ഒരാൾക്ക് 33 എണ്ണമാണ് ചൊല്ലാൻ പറ്റുമെങ്കിൽ 33 എണ്ണം ചൊല്ലുക. എങ്കിലും മിനിമം ഒരു 100 എണ്ണമെങ്കിലും ചൊല്ലുക. ഇനി 100-നേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അടുക്കളയിൽ അല്ലാഹു ഐശ്വര്യം നൽകും. നല്ല സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്യാൻ നമുക്ക് പറ്റും. അസ്തഗ്ഫിറുള്ളയാണ്. നൂഹ് നബി പഠിപ്പിച്ചതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ്, മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഇസ്തിഗ്ഫാർ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.